Hello. Bariatric surgery is not the end of your battle with weight loss. It is the beginning. ബീരിയാട്രിക് സർജറി നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അമിതവണ്ണവുമായിട്ടുള്ള നമ്മുടെ യുദ്ധത്തിന്റെ അവസാനമല്ല, അത് തുടക്കമാണ്. ഐ വിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. The success of bariatric surgery depends 40% on the surgeon, 30% on the dietitian, and 30% it depends on the patient. ബീരിയാട്രിക് സർജറിയുടെ സക്സസ് റേറ്റ് 40% നമ്മുടെ അണ്ടർഗോ ചെയ്യുന്ന സർജറിയും പോലെ ഇരിക്കും. 30% നമ്മുടെ ഡയറ്റ് അനുസരിച്ചും 30% പേഷ്യൻറ്റിനെ ആശ്രയിച്ചിരിക്കും. പേഷ്യൻറ്റിനെ ആശ്രയിച്ചിരിക്കുന്ന എന്തൊക്കെയാണ്? എക്സസൈസ്. ഈ വീഡിയോ എക്സസൈസ് ആഫ്റ്റർ ബariatric സർജറിയെ കുറിച്ചാണ്. ദിസ് വീഡിയോ ഈസ് അബൌട്ട് exercise after bariatric surgery, which all exercises you can do. So let us see. As I said, bariatric surgery is a powerful weight loss tool, but it is not a miracle cure. And to experience the best life after bariatric surgery, you will need to commit to a healthy diet and a consistent bariatric exercise regime so you can maximize your weight loss and feel better than ever. ഞാൻ ആദ്യം പറഞ്ഞ ബariatric സർജറി ഒരു അത്ഭുതമല്ല, അതുകൊണ്ട് അത് അവസാനിക്കുന്നില്ല. നമുക്ക് ഇത് ചെയ്തുകൊണ്ടുള്ള പരമാവധി പ്രയോജനം കിട്ടാൻ വേണ്ടി ഇതിന് ശേഷം നമുക്ക് നല്ല ഡയറ്റും വേണം, എക്സസൈസ് വ്യായാമവും വേണം. ഈ വീഡിയോ അതിനെക്കുറിച്ചാണ്. വൈ ഷുഡ് യു എക്സസൈസ് ആഫ്റ്റർ ബariatric സർജറി? എന്തുകൊണ്ടാണ് നമ്മൾ ബariatric സർജറിക്ക് ശേഷം വ്യായാമം ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ? First, when you lose weight, your body will naturally eliminate both fat and muscle. So it is important to exercise after bariatric surgery so that you can preserve your muscle, lose only your fat. So that way you will preserve enough muscle to stay healthy. ഈ സർജറിക്ക് ശേഷം നമ്മുടെ ശരീരത്തിന് നിന്ന് ഫാറ്റും പോവും, മസിലും പോവും. ഈ ഫാറ്റ് പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സർജറി ചെയ്തത്. അപ്പോൾ മസിൽ പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ് ഈ എക്സസൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സസൈസ് ക്യാൻ ഹെൽപ്പ് യു have more energy and feel better. Regular exercise can strengthen your bones, improve your sugar levels, improve your immune system, and makes you less likely to become sick. It can enhance your mental function. അപ്പോൾ വ്യായാമം ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളെന്ന് വെച്ചാൽ നമുക്ക് നല്ല എനർജി തോന്നും, നമുക്ക് നമ്മുടെ ചിന്താഗതി കുറച്ചുകൂടെ ബെറ്റർ ആകും, നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിക്കും, ഷുഗറും മറ്റും കുറയും, നമ്മുടെ കോൺസെൻട്രേഷനും മറ്റും ഇമ്പ്രൂവ് ചെയ്യും. ജനറലി നമ്മളൊരു കുറച്ചുകൂടെ ഒരു വെൽബീങ് നമുക്ക് തോന്നും എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക്. സോ ഹൗ ഷുഡ് ഐ എക്സസൈസ് ആഫ്റ്റർ ബariatric സർജറി? ഞാൻ എങ്ങനെയാണ് ബariatric സർജറിക്ക് ശേഷം നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടത്? ആഫ്റ്റർ സർജറി there are 3 key areas you should focus when it comes to exercise: cardio, strength training, and flexibility. ഈ സർജറിക്ക് ശേഷം 3 പ്രധാനപ്പെട്ട രീതിയിലുള്ള വ്യായാമങ്ങൾ അല്ലെങ്കിൽ എക്സസൈസ് ആണുള്ളത്. അത് നമ്മൾ ഓർത്തിരിക്കണം. ഇത് വീണ്ടും വീണ്ടും ഈ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. 1 കാർഡിയോ, 2 സ്ട്രെങ്ത് ട്രെയിനിങ്, 3 ഫ്ലെക്സിബിലിറ്റി. ഇവ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇസ് കാർഡിയോ. Different types of cardio as shown in this slide: running, brisk walking, cycling, swimming, dancing. These are all comes under cardio. അപ്പോൾ കാർഡിയോ എന്ന് പറഞ്ഞാൽ ഈ സ്ലൈഡിനകത്ത് കാണിക്കുന്ന പല രീതിയിലുണ്ട്. നമുക്ക് ഓടാം, വേഗം നടക്കാം, സൈക്കിൾ ചെയ്യാം, നീന്താം, ഡാൻസ് ചെയ്യാം. ഇതെല്ലാം കാർഡിയോയ്ക്കകത്ത് വരുന്നതാണ്. ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യം നടക്കുക എന്നുള്ളതാണ്. ഇത് വേറെ കുറച്ച് എക്സാമ്പിൾസ് ആണ് കാർഡിയോയുടെ എന്നുള്ളത്. നമുക്ക് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് നമുക്ക് നോക്കാം. These are other examples of cardio which you can do at your home. You can just pause the video and see which all you'd be able to do, like jumping jacks, high knees, jump squats. These are easy to do. And further examples of cardio like high knees, butt kicks, jumping lunge. You can see from the figures how they are done, and it's easy to understand from the figure. Cardio കുറിച്ചുള്ള വേറെ കുറച്ച് ഉദാഹരണങ്ങൾ അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇത് ഈ പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം. നമുക്ക് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തത് കാണാവുന്നേ ഉള്ളൂ.
The next kind of exercise is strength training. So I just show you some examples of cardio. The next is strength training, which means keeping your muscle mass. The muscle keeping exercise. So what are they? Strength training is important to help you maintain your muscle mass, keeps your bones strong. And when it comes to strength training, it is important to start slow. Start with small weight like 1 to 3 kilogram, and then slowly increase it, and slowly increase the number of times also you are doing it. And if any time you feel a sharp pain, stop it and try different exercises. ഇപ്പൊ രണ്ടാമത്തെ കാറ്റഗറി ഓഫ് എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്. അത് നമ്മളെ മസിലുകൾക്ക് ശക്തി കൂട്ടാൻ വേണ്ടിയാണ്. അത് നമ്മളെ എല്ലുകൾ ബലപ്പെടാൻ വേണ്ടി സഹായിക്കും. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 1 തൊട്ട് 3 കിലോഗ്രാം വരെയുള്ള വെയിറ്റുകൾ വെച്ച് പൊക്കി തുടങ്ങുകയാണ് വേണ്ടത്. പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ട് വരുന്നത് വളരെ പ്രധാനമാണ്. ചെയ്യുമ്പോൾ വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് പെട്ടെന്നൊരു ഭയങ്കര വേദന ഉണ്ടെന്നെങ്കിൽ നിർത്തുക. Examples of strength training would be lunges, squats, lifting weights, sit-up, crunches. These are all good strength training exercises, and they increase our core strength. അപ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസസ് ഈ പറഞ്ഞ പോലെ ലഞ്ചസ്, സ്ക്വാറ്റ്, ലിഫ്റ്റിംഗ് വെയിറ്റ് എല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന്റെ കോർ ഭാഗത്തുള്ള ശക്തി കൂട്ടാണ് ചെയ്യുന്നത്. അതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ കാണിക്കുന്നത്. ഷോയിങ് സം എക്സാമ്പിൾസ് ഓഫ് സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസസ്. പുഷപ്പ്, മോഡിഫൈഡ് പുഷപ്പ്, സ്ക്വാറ്റ്, modified squat. So those who are having difficulty in doing squat, we can start with modified squat and then go to a normal squat. And ab plank, reverse lunge. So these are some easy ways of doing strength exercise. Strength exercise and വേറെ കുറെ ഉദാഹരണങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ഫ്ലെക്സിബിലിറ്റി. ഇപ്പോൾ മൂന്നാമത്തെ തരം എക്സസൈസ് ആണ് ഫ്ലെക്സിബിലിറ്റി. സോ വി ഹാവ് ഓൾറെഡി സീൻ കാർഡിയോ, സ്ട്രെങ്ത് ട്രെയിനിങ്. തേർഡ് ഇസ് ഫ്ലെക്സിബിലിറ്റി. Flexibility training is done to prevent injury. It is important to avoid injury when you do the other exercises. So if you feel sore or tight after bariatric surgery, after bariatric workout, flexibility training will really help. It also helps to avoid straining yourself. But flexibility training എന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ദേഹം എല്ലാം ഭയങ്കര കഴിച്ച് ഒടിയുന്ന പോലെ തോന്നുകയെന്നുണ്ടെങ്കിൽ, ചില ഭാഗങ്ങൾ പ്രത്യേകിച്ച് കഴിച്ച് ഒടിയാൻ തോന്നുന്നുണ്ടെങ്കിൽ ഫ്ലെക്സിബിലിറ്റി നമ്മൾ ചെയ്യാം. ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ് എന്ന് വെച്ചാൽ സാധാരണ ഉദ്ദേശിക്കുന്ന സ്ട്രെച്ചിങ് എക്സസൈസ്, നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന എക്സസൈസ് ആണ്. അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ കാണിക്കാം. ആൻഡ് വെൻ യു ആർ സ്ട്രെച്ചിങ്, ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു ബി കെയർഫുൾ ആൻഡ് ടേക്ക് ഈച്ച് സ്ട്രെച്ച് സ്ലോലി ഫോർ 10 seconds and don't bounce up and down, and go far enough to feel a burn but not a sharp pain. സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് പതുക്കെ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടാണ്. സ്പീഡ് ചെയ്യാൻ വേണ്ടിയിരിക്കാൻ ശ്രദ്ധിക്കുക. So this is a key slide, some examples of stretching exercises. You can pause the video and see stretching exercise എന്നുള്ള കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഷോൾഡറിന്, ലോവർ ബാക്കിന്, കാലിൻ്റെ മുമ്പിലുള്ള മസില്, കാലിൻ്റെ സൈഡിലുള്ള മസില്, ഇന്നത്തെ ഇതിനെല്ലാം വേണ്ടിയുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവ വളരെ പ്രയോജനപ്രദമാണ് നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാകുന്നത് തടയാൻ വേണ്ടി ബാക്കിയുള്ള എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക്. These are important to prevent injury when we do the cardio and strength training exercises. And next is warm up and cool down. This is vital for exercise after bariatric surgery. So it is important to warm up before each bariatric surgery workout and after it. So warming up helps to keep the blood flowing and the heart pumping. And so we should warm up for at least 5 to 10 minutes by doing light stretching, light jogging or walking before and after. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എക്സസൈസിന് മുമ്പ് നമ്മളൊന്ന് വാം അപ്പ് ചെയ്യേണ്ടതും കൂൾ ഡൗൺ ചെയ്യേണ്ടതും പ്രധാനമാണ്. ചെയ്യുന്നതിന് ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് മുമ്പ് ചില എക്സസൈസ് ചെയ്ത് തുടങ്ങുക. ചെയ്തതിന് ശേഷവും നമ്മളൊന്ന് റെസ്റ്റ് ചെയ്ത് ചില എക്സസൈസ് ചെയ്ത് നമ്മൾ നിർത്താൻ ശ്രമിക്കുക. സോ വാർമിംഗ് അപ്പ് ആൻഡ് കൂളിംഗ് ഡൗൺ ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് വിൽ സ്ലോലി ബ്രിങ് ഡൗൺ യുവർ ഹാർട്ട് റേറ്റ് ആൻഡ് വിൽ പ്രിവെന്റ് ഡിസിനസ്. പതുക്കെ നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയ്ക്കാൻ വേണ്ടി നോക്കുക. Now coming to the most important part of this presentation, how to go about exercise after surgery. ഇനി ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. എങ്ങനെയാണ് നമ്മൾ വ്യായാമങ്ങൾ സർജറിക്ക് ശേഷം ചെയ്യേണ്ടത്? ഒന്ന്, സർജറിക്ക് ശേഷം ഉടനെ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? Right after surgery, how should we go with exercises? First point is take it slow. It is important to start gentle, slow walks after surgery. In fact, most of the times we start
making the patient walk on day 0. പറ്റുമെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ നടത്തിക്കാണ് നോക്കണം. So remember that your body is still recovering, so it is important to listen to your body and to your doctors. Don't walk for more than 15 minutes at a time. അപ്പോൾ പതുക്കെ നമ്മൾ സർജറിക്ക് ശേഷം ഉടനെ നടന്നു തുടങ്ങാം. ഒറ്റയടിക്ക് 15 മിനിറ്റിൽ കൂടുതൽ നടക്കാതിരിക്കാൻ നോക്കുക. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നമ്മുടെ സർജറി കഴിഞ്ഞ് നമ്മുടെ ശരീരം പതുക്കെ റിക്കവർ ചെയ്ത് വരുന്നതേ ഉള്ളൂ. After surgery, you will start off walking around 20 minutes per day and gradually progressing over the next 6 to 8 weeks. However, you should generally avoid anything harder than walking until 6 weeks after surgery. അപ്പോൾ സർജറിക്ക് ശേഷം ഏകദേശം ഒരു ദിവസം 20 മിനിറ്റ് എങ്കിലും നടക്കുക. പതുക്കെ അത് കൂട്ടിക്കൊണ്ടുവരിക. നടക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നേരത്തെ എക്സസൈസ് ചെയ്ത് പരിചയം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കട്ടിയായിട്ടുള്ള എക്സസൈസ് നമുക്ക് ചെയ്യാം സർജറിക്ക് കഴിഞ്ഞ സമയത്ത് തന്നെ. പക്ഷെ അത് നമ്മൾ യൂസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ പതുക്കെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാവുള്ളൂ. So that is immediate after surgery. Now 2 to 4 weeks after surgery, light exercises. So now that your body is healing, you can start doing low impact exercises. They can include leg lift, hamstring stretches, shoulder rolls, arm rotation. They are great to build strength and flexibility. You can also go for longer walks and walking more quickly. അപ്പം സർജറി കഴിഞ്ഞ് 2 തൊട്ട് 4 ആഴ്ച കഴിഞ്ഞ് നമുക്ക് കുറച്ചുകൂടെ കട്ടിയായിട്ടുള്ള വ്യായാമത്തിലേക്ക് കടക്കാം. നേരത്തെ കാണിച്ച എക്സസൈസിനകത്ത് ലെഗ് ലിഫ്റ്റ്, ഹാംസ്ട്രിങ് സ്ട്രെച്ച് ഇവയെല്ലാം നമുക്ക് ചെയ്ത് തുടങ്ങാം. കുറച്ചുകൂടെ ദൂരം നടക്കാം, കുറച്ചുകൂടെ സ്പീഡിൽ നമുക്ക് നടന്ന് തുടങ്ങാം. Now the third phase is exercising 1 to 2 months after surgery. Then we start cardio exercises. So as your body continues to heal and strengthen, it is important to build to moderate cardio workouts. And cycling is a good example. And we should exercise for at least 5 days a week for 30 minutes per day and slowly start increasing. If you feel any chest pain or chest tightness, then we should stop and just wait. And if it persists, you should inform the doctor. അപ്പം സർജറി കഴിഞ്ഞ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യത്തെ 1 തൊട്ട് 2 മാസം ആകുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം പറഞ്ഞ കാർഡിയോ എക്സസൈസിലേക്ക് നമ്മൾ പോകണം. ഈ സമയത്താണ് നമ്മുടെ ശരീരം പതുക്കെ ഹീൽ ചെയ്ത് വരുന്നത്. സൈക്ലിംഗ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നല്ല കാര്യം, ഇല്ലെങ്കിൽ നടക്കുക. നമ്മൾ ഒരു ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യണം. മിനിമം 30 മിനിറ്റ് എങ്കിലും ഒരു ദിവസം നമ്മൾ എക്സസൈസ് ചെയ്യണം. എപ്പോഴെങ്കിലും നെഞ്ചുവേനയോ മറ്റോ തോന്നുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വീണ്ടും വരികയാണെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ അറിയിക്കുക. So it is important to listen to your body, and when you are doing cardio, don't sprint. You should be able to talk comfortably while working out. നമ്മുടെ ശരീരത്തോട് നമ്മൾ ശ്രദ്ധിക്കുക. ഓവർ ആക്കാൻ വേണ്ടിയല്ല. നമുക്കൊരു ബുദ്ധിമുട്ട് തരുവാണെങ്കിൽ നമ്മൾ ഡോക്ടറെ അറിയിക്കുക. നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാൻ പറ്റണം. വലിയൊരു പ്രയാസം നമുക്ക് സംസാരിക്കാൻ പറ്റണം. ആ ഒരു ലെവലിലാണ് നമ്മൾ പോകാൻ പറ്റും. Now coming to exercising 6 weeks after weight loss surgery, strength training. So we had discussed 3 types of exercise, isn't it? Which are they? Cardio, strength training, flexibility, and also warm up and cool down. So now we come to strength training. At this point, it is important to start adding strength training to your workout for at least 2 days per week. So surgery കഴിഞ്ഞാൽ നമ്മൾ 6 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ്ങിലേക്ക് പോകും. സ്ട്രെങ്ത് ട്രെയിനിങ്ങിന്റെ എക്സാമ്പിൾസ് ഞാൻ കുറച്ച് മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണം അങ്ങോട്ട് പോയിട്ട് അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നമ്മൾ ഇനി സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഗുഡ് സ്ട്രെങ്ത് ട്രെയിനിങ്സ് വുഡ് ബി സ്ക്വാറ്റ്സ് ആൻഡ് ലഞ്ചസ്. Lifting weights is also good. You can buy a dumbbell and exercise up to your pain threshold. And as I said earlier, if you feel a sharp pain or extreme shortness of breath, then hold on. നമുക്ക് സ്ട്രെങ്ത് ട്രെയിനിങ് നമുക്ക് ചെയ്യാൻ പറ്റിയ എക്സാമ്പിൾസ് നേരത്തെ പറഞ്ഞു. ഒന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കുക, സ്ക്വാറ്റസും ലഞ്ചസും നല്ലതാണ്. വെയിറ്റ് എടുക്കുന്നത് നല്ലതാണ്. നമുക്ക് ഡംബിൾസ് ജിമ്മിൽ നിന്ന് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ജിമ്മിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വാങ്ങിക്കുകയോ നമുക്ക് ചെയ്യാം. വേദന എന്ന് വെച്ചാൽ നമുക്കൊരു പുകച്ചല് തോന്നുന്ന വരെ ചെയ്യാം. അതിഭയങ്കര വേദന നമ്മൾ എക്സസൈസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. At this time, you should also be doing cardio training regularly 5 days a week, and then add strength training also, and add at least 2 to your strength training bariatric workouts per week, and target different muscle groups. So പറഞ്ഞ പോലെ നമ്മൾ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും
വർക്കൗട്ട് ചെയ്യുക, കാർഡിയോ വേണം, ആഴ്ചയിൽ 2 ദിവസമെങ്കിലും സ്ട്രെങ്ത് എക്സസൈസും വേണം. പല പല മസിൽ ഗ്രൂപ്പുകളെ നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കുക, അല്ലെങ്കിൽ നമുക്ക് വേദന ഉണ്ടാവും. And as you progress, you need to keep pushing yourself physically. That's because your body will adapt to exercises. So the same bariatric exercise won't burn as many calories as it did some months back. നമ്മുടെ എക്സസൈസിന്റെ ലെവൽ നമ്മൾ പതുക്കെ കൂട്ടിക്കൊണ്ടിരിക്കണം. നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന എക്സസൈസിനെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ട് ഇരുന്നാൽ നമുക്ക് ഉണ്ടാകുന്ന കാലറി ബേണിന് നേരത്തെ തന്നെ അത്രയും പറ്റില്ല. കാരണം നമ്മുടെ ശരീരം അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്യും. അപ്പൊ സമയം കഴിയുന്നതോറും നമ്മൾ എക്സസൈസ് കൂട്ടിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന വെയിറ്റ് ലോസ് ഉണ്ടാകില്ല. സോ വുഡ് ഹാവ് പ്രോബ്ലി ട്രൈഡ് എക്സസൈസ് ബിഫോർ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ എക്സസൈസ് ഒക്കെ ട്രൈ ചെയ്തിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടല്ലേ സർജറി ചെയ്തത്. ബട്ട് റിമെമ്പർ ദിസ്, ആഫ്റ്റർ bariatric surgery, diet and exercise are much more effective at helping you lose weight. Keep it off and reclaim your health. ഈ സർജറി കഴിയുമ്പോഴത്തേക്ക്, സർജറിയുടെ ഒപ്പം നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്, ഡയറ്റും എക്സസൈസ് ഇതിനോട് ആഡ് ചെയ്യുമ്പോഴത്തേക്ക്, ഇതിനോട് കൂട്ടുമ്പോഴത്തേക്ക് നമ്മൾ പണ്ട് എക്സസൈസ് ചെയ്തതിനെക്കാട്ടിലും വളരെയധികം ഈ സമയത്ത് ഫലപ്രദമായിരിക്കും. നമ്മൾ വളരെയധികം വെയിറ്റ് ലൂസ് ചെയ്യാനും വേണ്ടി സഹായിക്കും. സോ ലൂസിങ് വെയിറ്റ് ഇസ് ചാലഞ്ചിങ് ആൻഡ് ടേക്സ് ഇന്റൻഷണൽ കമ്മിറ്റ്മെന്റ്, ബട്ട് ലിവിംഗ് വിത്ത് ഒബീസിറ്റി ഇസ് ഹാർഡർ. So with commitment and dedication, you can do this. May the good Lord help you to have a healthy and fruitful life. നമുക്ക് അത് നഷ്ടപ്പെടുന്നത് പ്രയാസമുള്ളൊരു കാര്യമാണ്. അതിന് നല്ല കമ്മിറ്റ്മെന്റ്, നല്ലൊരു മനഃശക്തി അതിന് ആവശ്യമാണ്, അതിനൊരു ഡെഡിക്കേഷൻ നമുക്ക് ആവശ്യമാണ്. വണ്ണം കൊണ്ട് ജീവിച്ചാൽ എന്തൊക്കെ അസുഖങ്ങൾ നമുക്ക് വരുന്നത്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ലിവറിലെ ഫാറ്റ്, ഇത്ര പ്രശ്നങ്ങളാണ് നമുക്ക് വരുന്നത്, എൻ്റെ എക്സ്പെൻസസ്. പക്ഷെ നമുക്ക് ഇതിൽ നമുക്ക് കമ്മിറ്റ് ചെയ്ത് അതിൽ ഡെഡിക്കേഷൻ ചെയ്യാൻ നമുക്കിത് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. വേറെ എക്സസൈസ് ചെയ്യുക മാത്രമല്ല, ഡയറ്റും ഇതിനകത്ത് പറയുന്ന എക്സസൈസും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. അതിനുവേണ്ടി സർവശക്തി നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു.